ICBF കൊല്ലം ഡിസ്ട്രിക്റ്റിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു വൈകിയ സമയത്ത് നിങ്ങളുമായി ഒരു യൂത്ത് മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് നിങ്ങളെ ഇങ്ങനൊരു മാധ്യമത്തിൽ കൂടെ കാണാനും കർത്താവിന്റെ വചനത്തെ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാനും നമ്മുടെ യൗവനക്കാരെ കർത്താവിന്റെ സന്നിധിയിൽ അധികം ബലമുള്ളവരായി നിർത്തുവാൻ ദൈവം ഒരുക്കിയല്ല നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശേഷാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ സാമുവൽ ഡാനിയൽ ICPF കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ ഒരു സ്റ്റാഫ് വർക്കറായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവ് ദാസൻ, എന്നെ മുൻ പരിചയമുള്ള ബ്രദർ ജോയൽ, മറ്റ് ആരെങ്കിലും ഓൺലൈനിൽ എനിക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല, എങ്കിലും അറിയാവുന്ന 1-2 പേരെങ്കിലും കാണും. എല്ലാവരെയും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ വന്ദനത്തെ ഞാൻ പ്രാരംഭ സമയത്ത് അറിയിക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ ഗൗരവമായി കണക്കാക്കി നിങ്ങളോട് ലഭിച്ച സമയത്തിൽ ഏറ്റവും തക്കതായ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ മീറ്റിംഗിന്റെ പ്രാരംഭ സമയത്ത് വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ കെവിൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അഞ്ജു, ബാബു, അതുപോലെ ജിയ, ഇവരെല്ലാവരോടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹത്തെ ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയുള്ള സമയത്തിൽ നിങ്ങൾ മാക്സിമം ആൾക്കാർ നിങ്ങളുടെ ക്യാമറകൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഷൻ നഷ്ടപ്പെടാതെ ഈ മീറ്റിങ്ങിന്റെ മുഴുവൻ സമയവും കർത്താവിന്റെ വചനത്തെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ മുഖവരകൾ ഒട്ടും എടുക്കാതെ ഞാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലെ പ്രവേശിക്കാൻ എൻ്റെ പേര് ഓർപ്പിച്ചതുപോലെ മൂബി എന്നാണ്. ഞാൻ ഡൽഹി എന്ന പട്ടണത്തിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ PMGC ചർച്ചിന്റെ ഒരു ശുശ്രൂഷനായും അതോടൊപ്പം തന്നെ ജോലിയുള്ള ബന്ധത്തിൽ ഈ പട്ടണത്തിലായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ വൈകിയ സമയത്ത് ദൈവത്തിന്റെ പ്രേരണയാൽ, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി നിങ്ങൾ അതിൽ മാക്സിമം പേർ അറ്റൻഡ് ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വ്യക്തികൾ സമയങ്ങൾ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം തന്ന വലിയൊരു ഈഗർനെസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഈ തുടർന്നുള്ള നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടും അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുന്നവർ മാക്സിമം വേഗത്തിൽ നോട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നാം പ്രധാനമായും ടീനേജേഴ്സ് ഇഷ്യൂ എന്ന ഭാഗമാണല്ലോ നിങ്ങൾ കഴിഞ്ഞ ചില സെക്ഷനുകളായിട്ട് അതിനു വേണ്ടിയുള്ള ഓരോ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്ത തലത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകന്മാർ അതിനെ ഡിവൈഡ് ചെയ്യുകയും ഇന്ന് വൈകിയ സമയത്ത് നമ്മൾ ടീനേജേഴ്സ് ഇഷ്യൂവിന്റെ ഒരു മോൾഡിംഗ് എന്ന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തിനെ ഞാൻ ഒരു 5 മെയിൻ ടോപ്പിക്കായിട്ട് അതിനെ തിരിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിനെ മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങളിലേക്ക് വളരെ സിമ്പിളായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അറ്റൻഷൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അത് ആവശ്യമാണ്. 5 പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് നമ്മൾ അതിനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. ഞാൻ ഹോസ്റ്റിന് ഓൾറെഡി സ്ക്രീനുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങൾ ആ സ്ക്രീൻ ഒന്ന് സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് നമ്മൾ അതിനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം അക്സെപ്റ്റിംഗ് വൺ സെൽഫ് എന്ന ഒരു പോയിന്റാണ് നാം ഒന്നാമതായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഫ്ലിക്റ്റ് വിത്ത് പേരൻസ്, മാതാപിതാക്കളുമായിട്ടുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് വളരെ കുറച്ച് ഭാഗം മാത്രമേ തുറത്തുള്ളൂ. മൂന്നാമതായിട്ടുള്ളൊരു ഭാഗം പിയർ പ്രഷർ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാലാമതായിട്ട് സെക്ഷുവൽ ടെംപ്ടേഷൻസ് എന്ന ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് കർത്താവ് സമയം അനുവദിക്കുന്ന പക്ഷം ടു ഫേസിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇൻജസ്റ്റിസ്. ഈ 5 പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, അക്സെപ്റ്റിംഗ് വൺ സെൽഫ്. ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം, അതിന്റെ ആ വാക്കിൽ തന്നെ അങ്ങോട്ട് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ ദ പ്രോബ്ലം
not accepting oneself that the way God has made you. ദൈവം നമ്മെ നിർമ്മിച്ചാക്കിയ അവസ്ഥയിൽ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ പ്രധാനമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അതിനകത്തിൽ നമ്മൾ ഈ പ്രാരംഭ സമയത്ത് തന്നെ അക്സെപ്റ്റിംഗ് വൺസെൽഫ്, നമുക്ക് നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ, ദ പ്രോബ്ലം ഓഫ് നോട്ട് അക്സെപ്റ്റിംഗ് വൺസെൽഫ്, then the God has made you. ദൈവം നമ്മളെ നിർമ്മിച്ചാക്കിയ അവസ്ഥയെ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഓക്കെ, എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ സൃഷ്ടിയുടെയും മുമ്പിൽ ദൈവം നമ്മെ നിർമ്മിച്ചതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. എല്ലാത്തിന്റെ മുമ്പിൽ. ഈവൻ ഈ ലോകത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുന്നേ ജെനിസിസ് ചാപ്റ്റർ 1:1 1 ആരംഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സകലത്തിനും മുമ്പായിട്ട് ദൈവം നമ്മെ നിർമ്മിച്ചായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ പറ്റും. എഫെസ്യ ലേഖനം 1-ാം അധ്യായം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. എഫെസ്യ ലേഖനം 1:4 നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. ആ ഭാഗം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം മതി. ദൈവം നമ്മെ അതിന് മുന്നേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതായിട്ട് വചനത്തിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് കർത്താവിന്റെ നിത്യപദവിയിൽ പിതാവാം ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ഈ പദ്ധതിയിൽ നാമും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പ്രാരംഭ സമയത്ത്. എന്നാൽ പലർക്കും അവരായിരിക്കുന്ന അവസ്ഥയെ, അല്ലെങ്കിൽ അവർ ജനിച്ച ആ ഭവനത്തെ, അവർ ജനിച്ച അന്തരീക്ഷത്തെ, അല്ലെ അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വലിയ കുഴപ്പം ഞാൻ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കാണുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കും. നമ്മൾ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ കൊണ്ടോ, മറ്റെന്തെങ്കിലും ഒരു അവസ്ഥ പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഭവനം കൊണ്ടോ, നമ്മുടെ മാതാപിതാക്കൾ കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, ഒരുപക്ഷെ പാടുവാനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനോ മറ്റെന്തെങ്കിലും ഒരു കഴിവുകൾ നമുക്ക് കുറവുള്ളത് കൊണ്ട് നാം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വ്യക്തി അല്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ പല യൗവനക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരങ്ങോട്ട് ജനിച്ചു വന്ന സാഹചര്യത്തെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നാം അൺഇമ്പോർട്ടന്റ് ആണ് ലോകത്തിന്റെ മുമ്പിൽ എങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രാരംഭ സമയത്ത് ഞാൻ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ, ദൈവത്തിന്റെ ഹിതത്തിൽ, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവം നമ്മെ നാളുകൾക്ക് മുമ്പേ ദൈവം ഇങ്ങനെ ഒരു വലിയ പദ്ധതി നമുക്കായിട്ട് ദൈവം ഒരുക്കിയിരുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണ്? ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊന്ന് ഗ്രിപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് നമ്മുടെ ഈ യൗവനപ്രായത്തിൽ ഏറ്റവും ബലവത്തായ, ഏറ്റവും ദൃഢമായ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റിയൊരു നല്ല ഗ്രിപ്പാണ്. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നാം ജനിച്ച ഭവനമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളെ പല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില അനുഭവത്തിലേക്ക് കൊണ്ടുപോയത്. ഞാൻ ചില വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു കുഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കുഞ്ഞായിരുന്നു, പക്ഷേ എന്റെ ഇപ്പോഴത്തെ രണ്ടാമത് ജനിച്ച ഈ കുഞ്ഞ് അത് എങ്ങനെയാണെന്നറിയോ, അതൊരു ആക്സിഡന്റിലായിരുന്നു എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ച് അവർ വളരെ പ്ലാൻഡ് ആയിട്ടും രണ്ടാമത്തെ കുഞ്ഞ് എങ്ങനെയുള്ളതാണ്, ആക്സിഡന്റ് ആയി ജനിച്ചതെന്ന് പറഞ്ഞു കേട്ടത്. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ജനിച്ചെന്ന് പറയുന്ന, അല്ലെങ്കിൽ കഴിവില്ല എന്ന് പറയുന്ന, അല്ലെ തള്ളപ്പെട്ട് കളഞ്ഞ അവരാണ് അവരുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് കുഞ്ഞുങ്ങളായിട്ട് ദൈവം എന്ത് ചെയ്യുന്നത്, ദൈവം അവരെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവം അവരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിങ്ങൾ അൺഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ അബദ്ധത്തിൽ സംഭവിച്ചതല്ല, ഇതൊരു ആക്സിഡന്റ് അല്ല. പിന്നെന്താണ്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ നാളുകൾക്ക് മുമ്പേ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എന്തുണ്ടായിരുന്നു?
ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ ഒരു ബോധം തരുന്ന ആ ബോധത്തെ ഒന്ന് ഗ്രിപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആദ്യ സെക്ഷൻ, ഈ ക്ലാസ് തുടങ്ങുന്നതിന്റെ പ്രാരംഭ സമയത്ത് തന്നെ, പ്രാരംഭ നിമിഷത്തിൽ തന്നെ നമുക്കതിൽ ഗ്രിപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു യൗവന പ്രായത്തിലെ അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ മാക്സിമമായിട്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. നാം എവിടെ ജനിക്കണമെന്നും ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണമെന്നും നമ്മുടെ കളർ എന്തായിരിക്കണമെന്നും നമ്മുടെ ഇന്റലിജൻസ് എന്തായിരിക്കണമെന്നും ഒക്കെ ദൈവം എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാവോ? ദൈവം ഇതെല്ലാം ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ പദ്ധതിയിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഈ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജനിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞേനെന്നൊക്കെ വ്യക്തികൾ എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു മാതാപിതാക്കൾക്കോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പണമുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിവുള്ള മാതാപിതാക്കൾ ജനിച്ചായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ നല്ല ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമായിരുന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ദൈവത്തിന്റെ പദ്ധതിയാണ് നിങ്ങൾ ഏത് ഭവനത്തിൽ ജനിക്കണമെന്ന്, നിങ്ങൾ ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണമെന്ന്, നിങ്ങൾ എവിടെ ആയിരിക്കണമെന്ന്, നിങ്ങളുടെ കളർ എന്തായിരിക്കണമെന്ന്, നിങ്ങളുടെ ഉയരം എന്തായിരിക്കണമെന്ന്, നിങ്ങളുടെ ചെവി, കണ്ണ്, നിങ്ങളുടെ ഓരോ അവയവങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമാണ് ദൈവം നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവം നിങ്ങളെ ഒരിടത്താക്കി വെച്ചിരിക്കുന്നത്. പിശാചി നിങ്ങളെ ഡീവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വിലയെ താഴ്ത്തിക്കളയാൻ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാണെന്നും, നിങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നില്ലെന്നും, നിങ്ങൾക്ക് കഴിവില്ലെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപക്ഷെ താഴ്ത്തിക്കളയാനുള്ള ഒത്തിരി തന്ത്രങ്ങൾ പിശാച് ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം, പിശാച് ഒരുപക്ഷെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവിടെ എല്ലാം നിങ്ങൾ ഹൃദയത്തിൽ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ മനുഷ്യൻ ഇമ്പോർട്ടന്റ് ആയ ഒരാളല്ലെങ്കിലും ഞാൻ ദൈവത്തിന് എങ്ങനെയുള്ള ആളാണ്, ഞാൻ ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിചാരിക്കുന്നവരുടെ നമ്മുടെ കഴിവുകൾ അനുസരിച്ചൊന്നും അല്ല ദൈവം നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി പേര് അറിഞ്ഞത് കൊണ്ടൊന്നും അല്ല ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ, എന്റെ ഈ പ്രായത്തിൽ എത്രയോ പേർ ഞാൻ കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ നിന്നിട്ട് എന്നേക്കാൾ എത്രയോ അവര് പേരും പ്രശസ്തി എടുത്തിരിക്കുന്നു, എത്രയോ പേരെ അവർക്കറിയാം, ഞങ്ങളെ ആർക്കും അധികം പേർക്ക് അറിയത്തില്ലല്ലോ, ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോയല്ലോ, തള്ളപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയപ്പെടുന്നത് ഒന്നും അല്ല പ്രിയരെ ഏറ്റവും വലിയ കാര്യം. നോക്കിക്കേ, നമുക്കറിയാം, ലോകത്തില് പലർക്കും അറിയാവുന്ന ഒരാളാണ് ഈ കാട്ടുകള്ളനായ വീരപ്പനെ കുറിച്ച് പലർക്കും അറിയാം. എല്ലാവരും അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ദൈവത്തിന്റെ ഹിതത്തിലാണോ ജീവിച്ചിരുന്നത് എന്നറിയുന്നതിനാണ് കാര്യം. ഉസാമ ബിൻ ലാദനെ എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും അറിയുന്നതിനകത്തല്ല കാര്യം. നിങ്ങളെ ദൈവം അറിയുന്നുണ്ടോ, ദൈവം നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ട് ഈ പ്രാരംഭ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആയിരിക്കുന്ന അനുഭവത്തെ എന്ത് ചെയ്യുക, നിങ്ങൾ ജനിച്ചിരിക്കുന്ന, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന, നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനായിട്ടൊരു മനസ്സിനെ ദൈവമേ എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 139 13 വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാംസ് ചാപ്റ്റർ 139 വേഴ്സസ് 13 13 വാക്യം നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ നിർമ്മിച്ചിരിക്കാൻ. നോയിക്കേ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ നീ എന്നെ എത്ര അത്ഭുതകരമായിട്ടാണ് നീ എന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ, നാം ആയിരിക്കുന്ന ഭവനത്തിൽ, നാം ആയിരിക്കുന്ന ശാരീരിക അവസ്ഥയിൽ, നമ്മുടെ ആ ബുദ്ധിയിൽ, അതിനെയെല്ലാം ദൈവം എന്ത് ചെയ്യുന്നതാണ്? ദൈവം ഇതിനെ അംഗീകരിച്ചതും ദൈവത്തിന്റെ നിത്യ പദ്ധതിയിലുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവം അതിനെ ആക്കിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഈ പ്രാരംഭ സമയത്ത് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സെറ്റിൽ ആവാത്തിടത്തോളം കാലം, അതായത് നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തിന്റെ ഹിതം അതാണെന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ
നിങ്ങളുടെ ഈ വിഷയം ഒരിക്കലും സോർട്ട് ഔട്ട് ആയി തീരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാരംഭ സമയത്ത് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന, ദൈവം നിങ്ങൾക്ക് തന്ന കഴിവിനെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന താല്പര്യങ്ങളെ, ദൈവം നിങ്ങൾക്ക് തന്ന കളറിനെ, കഴിവിനെ, ആരോഗ്യത്തെ, എങ്ങനെ അവസ്ഥയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു അതിനെ അംഗീകരിക്കാൻ കഴിയാൻ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു അനുഗ്രഹിക്കപ്പെട്ട തുടക്കത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, അക്സെപ്റ്റിംഗ് ദ തിങ്സ് യു കാൻ ചേഞ്ച്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കളർ മാറ്റാൻ കഴിയത്തില്ല, നിങ്ങളുടെ മാതാപിതാക്കളെ മാറ്റാൻ കഴിയത്തില്ല, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ തെറ്റുകളുണ്ട്, അതിനെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാറ്റിക്കളയാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ഒരു കഴിവ് ദൈവം എനിക്ക് തരണമേ എന്ന് ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ സെക്ഷന്റെ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പോയിന്റിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് തരണം. എന്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് തരണം? വാട്ട് ഐ കനോട്ട് ചേഞ്ച്, എന്താണോ എനിക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയാത്തത് അതിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം, എന്തെനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ ബോധം ദൈവം നിങ്ങൾക്ക് തരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ സെറ്റിലായെങ്കിൽ മാത്രമേ തുടർന്നുള്ള നിങ്ങളുടെ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് സെറ്റിലാകാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, കോൺഫ്ലിക്റ്റ് വിത്ത് പേരൻസ്. അത് നമ്മുടെ മാതാപിതാക്കൾ നല്ലവരായ മാതാപിതാക്കളാണ് നമുക്കുണ്ടെങ്കിലും നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണം. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചാൽ, the parents are thinking we are a children. നമ്മൾ കുഞ്ഞുങ്ങളാണെന്ന് മാതാപിതാക്കൾ വിചാരിക്കുന്നു. നമ്മുടെ 12, 13, 14, 15 വയസ്സ്, 16 വയസ്സ് മുമ്പോട്ടുള്ള നമ്മൾ തീരെ കുഞ്ഞുങ്ങളാണെന്നാണ് ഇപ്പോഴും ആര് വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവർ 40, 45 വയസ്സുള്ള അഡൾട്ട് ആണെന്ന് അവർ ചിന്തിക്കുന്നു. ഈ രണ്ട് മിസ്റ്റേക്കാണ് സാധാരണഗതിയിൽ ഈ കോൺഫ്ലിക്റ്റ് വിത്ത് പേരൻസ് എന്ന വിഷയത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനത്തെ രണ്ട് വ്യത്യസ്ത മിസ്റ്റേക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഹോണർ ചെയ്യണം, ബഹുമാനിക്കണമെന്ന് ദൈവവചനത്തിൽ കാണുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് എന്ത് വ്യക്തമായിട്ടാണ് നോക്കി, പല കാര്യങ്ങൾക്കും ഒരു പക്ഷെ നമുക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം. പക്ഷെ വേദപുസ്തകം പറയുന്നത് നമ്മൾ അവരെ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ അവരെ ഹോണർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമ്മൾ അവരെ ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തുടർന്ന് ഇനി പഠനം കഴിഞ്ഞ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോഴോ നമുക്ക് നമ്മുടെ ബോസിനെ എപ്പോഴും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായാലും പക്ഷെ നമുക്ക് അവരെ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് അവർ പറയുന്നത് കേട്ട് മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. കാര്യം അവര് തികഞ്ഞൊരു വിശ്വാസി അല്ലെങ്കിൽ തികഞ്ഞൊരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരുപക്ഷെ മദ്യപാനിയായ ഒരു മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ പുറകിലോട്ട് എറിഞ്ഞു കളഞ്ഞ പിന്മറ്റക്കാരായ ഒരു മാതാപിതാക്കളാണെങ്കിൽ പല മേഖലയിലും നിങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായും ആത്മീയ പക്വതയുള്ള ഒരു എൽഡറിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ അവരുടെ അഡ്വൈസ് തേടേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം വചനം നമ്മളോട് പറയുന്നു, യു ഹാവ് ടു ഓണർ യുവർ പേരൻസ്. നാം നമ്മുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തിൽ നമ്മൾ കാണുന്നു. മാതാപിതാക്കളെ മാത്രമല്ല, 1 പത്രോസ് 2:17 എടുക്കണ്ട, സമയത്തിന് മുമ്പ് പോയതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ട്. ആ നിലയിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക മാത്രമേ ദൈവവചനത്തിലുടന്നുള്ളൂ, ദൈവം നമ്മെ അനുശാസിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനെ സംബന്ധിച്ച് അധികമായ ഒരു കാര്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം യേശുവിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്ന, നിങ്ങളെ സഭയെ പോകാൻ അനുവദിക്കുന്ന ഒരു നല്ല മാതാപിതാക്കളെ നിങ്ങൾക്ക് കിട്ടാൻ ദൈവം ഇടവരുത്തിയില്ലേ? എത്രയോ പേര് എന്നെ ഡിസ്കസ് ചെയ്ത ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഐഡൽ വർഷിപ്സ് ഉള്ള അനേക പേരൻസ്, അവർ
അവർക്കുള്ള പേരൻസുകൾ അനേക സഹോദരന്മാർ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എത്ര മിസറബിൾ ആയിട്ടുള്ള ലൈഫ് അവർ നയിക്കുന്നറിയാവോ? അവർക്ക് യേശുവിനെ പിൻപറ്റാൻ അംഗീകരിക്കാത്ത, പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത, അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ആത്മീയതയിലേക്ക് മുമ്പോട്ട് വിടാൻ കഴിയാത്ത ഒത്തിരി ഞെരുക്കം അനുഭവിക്കുന്ന യൗവനക്കാരനോട് സംസാരിക്കാറുണ്ട്. ആ അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ എത്ര നല്ല ഒരു മാതാപിതാക്കളെ ദൈവം നമുക്ക് തന്നു. നിങ്ങളായിരിക്കും സ്ഥലങ്ങളിൽ ഇത് ക്ലാസ് ആണെന്ന് എനിക്കറിയാം, എങ്കിൽ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു നന്ദി കൊടുത്തട്ടെ. കർത്താവേ, ദൈവം എനിക്ക് തന്ന, ദൈവത്തെ അറിയുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എത്ര നല്ല ഒരു അനുഭവം ദൈവം നമ്മളോട് കാണിപ്പാൻ ദൈവത്തിന് നമ്മളോട് ദയ തോന്നി എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ട ആവശ്യം. ദൈവം എത്ര ദയ നമ്മളോട് കാണിച്ചു. മൂന്നാമത്തായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പിയർ പ്രഷർ അവിടെ നിന്ന് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ സെക്സ്വൽ ടെംപ്ടേഷൻ എന്ന ഭാഗത്തേക്ക് ഒന്ന് വരാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ മുമ്പിൽ ടൈം ഒത്തും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ സെക്സ്വൽ ടെംപ്ടേഷൻ എന്ന ഭാഗത്തേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിന്റെ 4ാമത്തെ സ്ലൈഡ് ആരെങ്കിലും ഒന്ന് കാണിക്കാമെങ്കിൽ, 4th സ്ലൈഡ് ഒന്ന് കാണിക്കാമെങ്കിൽ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ സെക്സ്വൽ ടെംപ്ടേഷൻ എന്ന വിഷയം. ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ യൗവനക്കാരെ, അല്ലെങ്കിൽ ഇന്നത്തെ വെട്ടാമോ അല്ലെങ്കിൽ ഞാൻ വെട്ടാന്നൊക്കെ പറഞ്ഞു വയ്യാത്ത ഒരു വല്ലാത്ത അനുഭവമാണ് ഈ സെക്ഷുവൽ ടെംപ്ടേഷൻ എന്ന വിഷയം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷുവൽ ടെംപ്ടേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, അത് തികച്ചും നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു ചിന്തയാകാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ ഒരു അവസ്ഥ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി നോർമൽ. നിങ്ങൾക്കൊരു 16, 17 അല്ലെ 13, 14, 15 വയസ്സൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഷർ നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും അങ്ങനെ ഒരു സെക്ഷൽ ടെംപ്ടേഷനെ സംബന്ധിച്ചൊരു പ്രഷർ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, യു മസ്റ്റ് വിസിറ്റ് എ ഡോക്ടർ. നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യമുണ്ട്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോർമൽ. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം, ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെംപ്ടേഷൻ കുറച്ചുകൂടെ കൂടുതലാണ്, എസ്പെഷ്യലി അവർക്ക് ഫിസിക്കലി. ഗേൾസിനെ സംബന്ധിച്ച് അത്രയില്ല, എങ്കിലും അവരിലേക്ക് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയോ നാളുകൾ ഇതിന്റെ ഉത്തരവില്ലാതെ ഞാൻ വളരെ ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട ആവശ്യങ്ങളുണ്ട്. എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത്രേ എനിക്ക് ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ ഉള്ളതുകൊണ്ട് എന്നേക്കും ഈ അനുഭവം നിന്ന് മാറിപ്പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ട അനുഭവമുണ്ട്. നമുക്ക് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? നമുക്ക് ഈ സെക്ഷൽ ടെംപ്ടേഷൻസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ അനുവദിച്ചത് ദൈവമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഇത് 13, 14, 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഈ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് 9, 10 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ കാര്യങ്ങളെ കുറിച്ച് മെച്യൂരിറ്റി ഉള്ളവരായിട്ട് മാറുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റും? എന്നാൽ നമുക്ക് വേണം ചിന്തിച്ചു നോക്കാൻ, ദൈവത്തിന് ഇത് വേണമെങ്കിൽ ഒരു 25ാമത്തെ വയസ്സിൽ മാത്രം ഇങ്ങനെ ഒരു തോന്നൽ ദൈവത്തിന് തോന്നിച്ചാൽ മതിയായിരുന്നല്ലോ. അതുവരെ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും തോന്നാതെ ഇതിനെ ഇങ്ങനെ അടക്കി വെക്കാൻ കഴിയുന്ന പോലെ ദൈവത്തിന് ഇത് ചെയ്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എനിക്ക് 3 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. 3 വയസ്സുള്ളൊരു കുഞ്ഞു പറയുന്ന പോലെ, ഐ ഡോണ്ട് ലൈക്ക് ഗേൾസ്, എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ നമ്മൾ നിൽക്കുകയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ചിന്തയൊന്നും തോന്നാതെ ഒരു 25, 26 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മാത്രം അങ്ങനെ ഒരു ചിന്ത വരുമായിരുന്നു, എത്ര നല്ലതായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ദൈവം അങ്ങനെ അല്ലല്ലോ അതിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം അതിനെ വെച്ചിരിക്കുന്നപ്പോൾ ദൈവം അതിനെ നമ്മൾ അതിന്റെ മേൽ ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ ദൈവകൃപയും കൂടെ ദൈവം നമുക്ക് അതിന്റെ മേൽ തന്നിട്ടുണ്ട്. നാം സാധാരണഗതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സെക്ഷൽ ടെംപ്ടേഷനെ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ 2 ഭാഗമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഭാഗം ഫോളിങ് ഇൻ ലവ്, ഒരു പ്രണയത്തിലേക്ക് വീഴപ്പെടുക. മറ്റൊരു ഭാഗം നമുക്ക് വേണമെന്ന് കഴിയാം ഓവർകമ്മിങ് ദ ടെംപ്ടേഷൻ. ഈ 2 ഭാഗം ഇതിൽ നിന്ന് ഓടിച്ച് ചിന്തിച്ച് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാൻ എത്രത്തോളം ടൈം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഇതിനകത്തിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ പലരെയും ഞാൻ മെയിൻ സ്ക്രീനിലാണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എല്ലാവരും എന്റെ വോയിസ് കേൾക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി സ്ക്രീൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ലൈഡിങ് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണല്ലോ. ഓക്കെ, സോ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ,
ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വാസനകളിലും വെച്ച് ഏറ്റവും ശക്തിയുള്ള ഒരു വാസനയാണ് ലൈംഗിക വാസന എന്നത്. അതൊരു സ്ഫോടന വസ്തു പോലാണ്. നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും. നമുക്കതിനെ കൈകാര്യം ചെയ്യുന്നതിൽ, സ്ഫോടന വസ്തു അതിൽ തന്നെ പാവമുള്ള കാര്യമല്ല. സ്ഫോടന വസ്തു അതിൽ ഒരിക്കലും പാവമുള്ള കാര്യമല്ല. നമുക്കതിനെ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവം വളരെ അനുഗ്രഹം നൽകുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവം ഒരു മഹത്തായ അത്ഭുതമായിട്ടാണ് ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു കഴിവിനെ ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ അതിനെ ദുരുപയോഗം ചെയ്താൽ അത് വലിയൊരു വിപത്ത് കൊണ്ടുവരുമെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ഹല്ലേലൂയ. അത് വലിയൊരു വിപത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ഞാൻ ഓർപ്പിച്ചല്ലോ, ഇത് വലിയൊരു സ്ഫോടക വസ്തു പോലെ തന്നെയാണ്. എന്നാൽ നമുക്കിതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണിത്. അതിനെ നമുക്ക് ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ് പല യൗവനക്കാർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഇതൊരു ഉത്തമനായ ഭൃത്യനാണ്, പക്ഷെ അതുപോലെ തന്നെ ഇതെന്തും കൂടെയാണെന്നറിയാവും, ഇതൊരു ഭീകരനായ യജമാനനോടാണ്. ഇതിനെ ഒരു ദാസനായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടു നടന്നില്ലെങ്കിൽ ഇത് നമ്മളുടെ മേൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇത് നമ്മളുടെ മേൽ വലിയ ഒരു ആധിപത്യം സ്ഥാപിക്കും. ഇതൊരു യജമാനനായി നമ്മുടെ മേൽ ഓവർ റൂൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെ ഒരു ഭൃത്യനായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പോടെ നമ്മൾ ഇതിനെ ഒരു ഭൃത്യനായിട്ട് നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് ഈ സ്ഫോടക വസ്തു എന്ന് പറഞ്ഞതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾ മറന്നുപോകും. ഓരോ പുരുഷനിലും ഓരോ സ്ത്രീയിലും ലൈംഗിക വാസന അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. ഈ വാസന വ്യക്തികളിൽ വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാവുന്നത്. ചിലരിൽ കൂടുതലായിട്ടുണ്ടാവാം, ചിലരിൽ കുറഞ്ഞ രീതിയിൽ ഉണ്ടാവാം. വ്യത്യസ്ത രീതിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് വ്യക്തികളിൽ ഉണ്ടാവുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് നാം ഈ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് നമ്മൾ ടെംപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഭക്ഷണത്തിനും വിശ്രമത്തിനും നമുക്ക് ആഗ്രഹം ഉള്ളതുപോലെ തന്നെ, എന്നെ കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, ഭക്ഷണത്തിനും വിശ്രമത്തിനും നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ നമുക്ക് സ്വാഭാവികമായ ലൈംഗിക ആഗ്രഹത്തിനും വേണ്ടി ദൈവം അതിനു വേണ്ടിയുള്ള വ്യവസ്ഥ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആഹാരത്തിനും വിശ്രമത്തിനും വേണ്ടിയുള്ള താല്പര്യമുള്ളതുപോലെ തന്നെ ദൈവം ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം അതിനായിട്ടുള്ള വ്യവസ്ഥ നമുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശരീരം ഉണ്ടെങ്കിൽ ശരീരമാണ് കൂടുതൽ പാപത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, വലിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ശരീരമാണ് എന്നെ ഒരു വലിയ പാപത്തിലേക്ക് മാറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തള്ളക്കൊണ്ടുപോകുന്നൊക്കെ വ്യക്തികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു കാര്യം എത്ര പ്രശസ്തമായ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, മാർട്ടിൻ ലൂതർ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ശരീരത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യാതൊരു പാപവും ഇല്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ പാപത്തിന്റെ മേലൊരു ജയം നടത്തും. എന്നാൽ പിശാച് ഒരു ജഡവും ഇല്ലാത്തവനായിട്ട്, ശരീരമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് താൻ മുഴുവൻ പാപം നിറഞ്ഞവനായിട്ട് മാറിയതായിട്ട് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരീരം വേണമെന്നൊന്നുമില്ല ഒരു പാപത്തിലേക്കായി തീരാൻ. ഹൃദയത്തിൽ പാപം ഉണ്ടായാൽ മാത്രം മതി. ഹലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ചിലർ ചെയ്യുന്നത് പോലെ പറ, ദൈവമേ അങ്ങനെ ഒരു ലൈംഗിക അഭിലാഷത്തെ എന്നിൽ നിന്ന് എന്നേക്കും എടുത്ത് മാറ്റിക്കളയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമല്ല അതിനകത്തിലുള്ളത്. നമുക്ക് അതിന്റെ മേൽ ഓവർകം ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു അഭിലാഷത്തെ എടുത്തു കളയാനല്ല പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ എടുത്തു കളയാൻ നമ്മൾ ചിന്തിച്ചു ചെയ്താൽ അത് മനുഷ്യത്വത്തെ തന്നെ വികലമാക്കി കളയുന്ന ഒരു കാര്യമാണ്. നമ്മളതിനെ എടുത്തു കളയേണ്ട ആവശ്യമില്ല, എടുത്തു കളയാനല്ല പറയേണ്ടത്. അതിന്റെ മേൽ നമുക്ക് ഓവർകം ചെയ്യാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അടുക്കളയെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ പുരുഷന്മാരായ അല്ലെങ്കിൽ യൗവനക്കാരായ ബോയ്സ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഒന്നും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവത്തില്ല.
യൗവനക്കാരികളായ പെൺകുട്ടികളായിരിക്കാം ഒരുപക്ഷെ കൂടുതലും അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അടുക്കളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അടുക്കളയിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അടുക്കളയിൽ അടുപ്പിൽ തീ ആവശ്യമാണ്. എന്നാൽ തീ എത്ര ഗൗരവമായിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാതാവ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അടുക്കളയിൽ തീ ഇരിക്കുമ്പോൾ തന്നെ അതിനെ ഗൗരവമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ തീ പടർന്ന് ആ അടുക്കള മുഴുവൻ കത്തി നശിപ്പിച്ച് കളയത്തില്ല. ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ലൈംഗിക ആസക്തിയോടുള്ള വിഷയം. നമ്മൾ ദൈവം നൽകിയിരിക്കുന്ന വലിയ ദാനത്തെ നമ്മളൊരു വളരെ സ്ഫോടക വസ്തുവിനെ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ഇതിനെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് വളരെ അനുഗ്രഹീതമായി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാനിവിടെ പറഞ്ഞല്ലോ, 2 ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫോളിങ് ഇൻ ലവ്, മറ്റൊന്ന് ഓവർകം ഓഫ് ടെംപ്റ്റേഷൻ. ഈ ഫോളിങ് ഇൻ ലവ് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രണയബന്ധത്തിലേക്ക് വീഴുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവസഭയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവസഭയിലെ വ്യക്തികളെ ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇതാണ്. വ്യക്തികൾ എന്ത് ചെയ്യുന്നു, വ്യക്തികൾ ഒരു സ്നേഹബന്ധത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ വീഴ്ത്തപ്പെടുന്നുണ്ട്. എന്നാൽ പ്രണയബന്ധം എന്തിന് നിങ്ങൾ എന്ത് ഉത്തരം നൽകുന്നെന്ന് ചോദിച്ചാൽ അതിനെ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾ അതിന് എന്ത് ഉത്തരം നിങ്ങൾ കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ, ഒരു ചിന്തയിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു താല്പര്യം തോന്നിയേക്കാം. ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായം അവർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് അവർക്കൊരു താല്പര്യം ഉണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയണമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇതിന് നമുക്ക് വേദപുസ്തകം ഇതിനെല്ലാം നമുക്ക് ഉത്തരം തരുന്നത്. വേദപുസ്തകത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം ഇതിനെല്ലാം നമുക്ക് തക്കതായ ഒരു മറുപടി തരുന്നുണ്ട്. ദൈവം, നമ്മൾ കാര്യം പറയേണ്ടത്, ഫോളിങ് ഇൻ സിൻ ലവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത്, ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ ദൈവം ഉറപ്പായിട്ട് നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ദൈവം അതിനായിട്ട് വ്യക്തിയെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? ദൈവം നമുക്കായിട്ട് കണ്ടുവച്ച ആ യഥാർത്ഥ വ്യക്തിയെ മാത്രം നാം സ്നേഹത്തിലാകുവാൻ, അല്ലെങ്കിൽ ആ യഥാർത്ഥ വ്യക്തിയെ മാത്രം നാം കണ്ടുമുട്ടുവാൻ എന്ത് ചെയ്യണം? നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നാം ഇന്നത്തെ കാലത്ത് ബോയ്സും ഗേൾസും ഒക്കെ കുറച്ചുകൂടെ ഫ്രീഡം ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, 2 ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 വ്യക്തികൾ എപ്പോഴും എത്ര ഫ്രീഡം ആയിട്ട് അവർ ഇടപെട്ടാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2 മാഗ്നറ്റിനെ നോർത്ത് ആൻഡ് സൗത്ത് പോളിൽ വെക്കുന്നത് പോലെയാണ്. എത്രയും അത് അടുത്തിരിക്കുന്നു, ഏറ്റവും പെട്ടെന്ന് അത് ആകർഷിക്കാൻ താല്പര്യമുണ്ട്. ഇനിയും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഡിസയർ ഇല്ലെങ്കിൽ പോലും, നമ്മൾ അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടിയല്ല നമ്മൾ ഇരുന്നെങ്കിൽ പോലും, ഇങ്ങനെ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള 2 പേര് ഇരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ താല്പര്യമുണ്ട്? വേഗത്തിൽ അതിലേക്ക് ആകർഷിതരാകാൻ താല്പര്യമുണ്ട്. എന്താ നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ക്രൂശിനെ, അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ ഇടയിൽ ക്രൂശ് കടന്നു വരുവാൻ, അല്ലെങ്കിൽ ക്രൂശ് ഇടപെടുവാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കും. നമ്മൾ വളരെ ഗൗരവത്തോടും പരിജ്ഞാനത്തോടും അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ഇടപെടേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ പിന്നത്തേതിൽ നാം വലിയൊരു ദുഃഖത്തിലേക്ക് മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് ഒരു വ്യക്തിയെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നമ്മൾ അതിനു മുമ്പേ നാം സ്വയമായിട്ട് നമ്മുടെ ചിന്താഗതിയായിട്ട് നാം ഒരു വ്യക്തിയെ കണ്ടെത്തുവോ, അല്ലെങ്കിൽ നാം അങ്ങനെ ഒരു ഫോൾ ഇൻ ലവിലേക്ക് നമ്മൾ വീഴുകയോ ചെയ്താൽ, പിന്നത്തേതിൽ പതുക്കെ നാം മനസ്സിലാക്കുന്നു, ഈ വ്യക്തിയെ അല്ല ദൈവം എനിക്കായിട്ട് കണ്ടത്, വേറൊരു വ്യക്തിയാണെന്ന് നമുക്ക് പിന്നത്തേതിൽ മനസ്സിലാക്കപ്പെട്ടാൽ എത്ര ദാരുണമായ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ നീങ്ങപ്പെടുന്ന ആലോചിച്ച് വയ്ക്കുക. നമ്മുടെ എൻറ്റയർ ഫാമിലി ലൈഫിൽ നമ്മളെ ഈ വിഷയം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ ഒരിക്കലും ഇത് വിട്ടുമാറാതെ നമ്മളെ ഇത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്നേഹം ഒരാൾക്ക് നൽകിയ ശേഷം ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഇതല്ലായിരുന്നു മറ്റൊരു വ്യക്തിയാണെന്ന് പിന്നത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ ഒരു അനുഭവം നമ്മുടെ ലൈഫിനെ മിസറബിൾ ആക്കി തീർക്കും, നമ്മളെ വേദനാജനകമാക്കി നമ്മളെ തീർക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ വേറൊരു വ്യക്തിയെ വിവാഹം ചെയ്തതിനു ശേഷം വീണ്ടും ഈ ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തികട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ എന്നും ഇത് ഡിസ്റ്റർബ് ചെയ്യും. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്.
ചിലരെ ഞാൻ പല വ്യക്തികളും പലരോടും സംസാരിക്കുമ്പോൾ പലരെയും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലർക്ക് 12ാമത്തെ വയസ്സിൽ ഒരാളുടെ ഒരു സ്നേഹം തോന്നാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു കോളേജിലെത്തും വേറൊരു വ്യക്തിയോട് തോന്നാം, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റൊരു വ്യക്തിയോട് തോന്നാം. ഇങ്ങനെ വ്യത്യസ്തമായ വ്യക്തികളോട് അനുഭവങ്ങളോട് ഇടപെട്ടു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റൊരു വ്യക്തികളെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവരാരോടും ഒരിക്കലും സ്നേഹത്തിലാന്ന് പറയത്തില്ല, പ്രേമമാണെന്ന് പറയത്തില്ല. പക്ഷെ അവർ ഓപ്പോസിറ്റ് സെക്സിലുള്ള എല്ലാവരോടും സംസാരിക്കും. അവരോടാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. അവർ സുവിശേഷം പോലും പറയുന്നത് അവരോടാണ് കൂടുതലും. സുവിശേഷം കൂടുതൽ പറയുന്നത് സെയിം സെക്സിലുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് സുവിശേഷം പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫൈനലി അവർ എന്ത് ചെയ്യുന്നറിയാവോ? അവര് ഈ വലിയ ദുരന്തത്തിന് അവര് പാത്രമായിട്ട് തീരുന്നു. നമ്മൾ എത്ര ഗൗരവത്തോടെ ഇതിനെ കാണേണ്ട ആവശ്യമുണ്ട്. എത്ര ഗൗരവത്തോടെ നമ്മൾ ഇതിനെ കണ്ടാൽ മനസ്സിലാക്കും. നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ ഒത്തിരി വിഷയങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം സത്യത്തിൽ ഒരു ശാരീരിക ആകർഷണത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ബന്ധമല്ല. അപ്പൊ എങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കാം, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ ഞാൻ എന്താണ് പാസ്റ്റർ അതിന് ചെയ്യേണ്ടത് എന്നൊരു പക്ഷേ ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇൻ ദ ഏജ് ഓഫ് 13 or 14 നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത 5, 6, 7, 8 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വചനത്തിൽ കാണുന്നു, പ്രേമത്തിന് എന്ത് ചെയ്യണം? പ്രേമം അതിന്റെ സമയമാവും വരെ അതിനെ ഉണർത്തരുത് എന്ന് വചനത്തിൽ കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി എത്രയോ നാളും കഴിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യങ്ങളെ പിശാച് നമ്മുടെ മുമ്പിൽ ഇപ്പോഴേ കൊണ്ട് നാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ സമയം ഇതിനല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ട വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വിവാഹപ്രായത്തിലേക്ക് എത്തിയൊരു വ്യക്തിയാന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ എന്തോ അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴി എന്ന് ഒരു പക്ഷേ നിങ്ങൾ തോന്നിയേക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം പല ഫോൾ ഇൻ ലവ് അല്ലെങ്കിൽ പല പ്രേമബന്ധങ്ങളും ശാരീരികമായിട്ടുള്ള ആകർഷണത്തിലാണ് അവർ സ്നേഹിച്ചിരിക്കുന്നത്. കാണാൻ കൊള്ളാവുന്നത് കൊണ്ടോ, നല്ല ജോലി ഉള്ളത് കൊണ്ടോ, നല്ല ഭവനാന്തരീക്ഷം ഉള്ളത് കൊണ്ടോ, ഇവരെക്കാൾ മെച്ചപ്പെട്ട അന്തരീക്ഷം അവരോടുകൂടി ജീവിച്ചാൽ കിട്ടുമെന്ന് നോക്കി ഓർത്താണ്. ആത്മീയത കണ്ടിട്ടൊന്നുമല്ല ഒരിക്കലും ഒരു വ്യക്തി എന്തിരിക്കുന്നത്, സ്നേഹിച്ചിരിക്കുന്നത്. 99.9% ആത്മീയത കണ്ട് സ്നേഹിച്ചെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തിയെങ്കിൽ, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, യു ഹാവ് ടു ഡിസ്കസ് വിത്ത് യുവർ എൽഡേഴ്സ്. നിങ്ങളുടെ സഭയിലോ നിങ്ങളുടെ മാതാപിതാക്കളുടെ എൽഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യു ആയിട്ട് ഗെറ്റ് എ ബെറ്റർ ഒപ്പീനിയൻ. നിങ്ങളുടെ പാസ്റ്ററുമായിട്ട് നല്ലൊരു ഒപ്പീനിയൻ കിട്ടേണ്ട ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങളുടെ അവിശ്വാസികളായ, വിശ്വാസത്തിൽ ബലപ്പെടാത്ത, മദ്യപാനിയായ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തൊരു മാതാപിതാക്കളാണ് നിങ്ങൾക്കുള്ളെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ പിൻപറ്റുന്ന ഒരു എൽഡറിന്റെ അഡ്വൈസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരു ചെറുവിരല് പോലും അതിനകത്ത് അനക്കേണ്ട ആവശ്യമില്ല. കാരണം ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദമിനെയും ഔവയെയും കുറിച്ചുള്ള ബന്ധത്തിൽ ദൈവം ആദമിനെ ഔവയെ കൊണ്ട് കൊടുക്കുമ്പോൾ ആദം ഒരു ഗാഢ നിദ്രയിലായിരുന്നു. താൻ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. മുഴുവൻ കാര്യങ്ങളും ആരാണ് ചെയ്തത്? ദൈവമാണ് ചെയ്തത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഡിസയർ വന്നെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരാളെ കുറിച്ച് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ God will bring back her in your life. ദൈവം അവളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ദൈവം അത് ചെയ്യാത്തിടത്തോളം പക്ഷം അതിനെ നോ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് ഈ വിഷയത്തിൽ. കാരണം ദൈവം അടച്ച വഴിയെ നിങ്ങൾ വലിച്ചു തുറക്കാൻ ആഗ്രഹിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. യു ഹാവ് ടു പ്രേ. ഇഫ് ഇറ്റ്സ് എ ഗോഡ് വിൽ, ദൈവത്തിന്റെ ഇഷ്ടമാണതെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരും. നിങ്ങൾ ഒരിക്കലും, ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ സഭയിൽ കണ്ടേക്കാം, നിങ്ങൾ മീറ്റിംഗിൽ കണ്ടേക്കാം, നിങ്ങൾ പരിചയപ്പെട്ടേക്കാം, ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് 1% പോലും എഫേർട്ട് ഉണ്ടായിരിക്കരുത്. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം അത് ചെയ്യട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം ഒരിക്കലും ഒരു മിസറബിൾ ആയിട്ട് ലൈഫായി തീരത്തില്ല. കാരണം ആ ജീവിതത്തിന്റെ ഫുൾ ഉത്തരവാദിത്വം ദൈവമായിരിക്കും ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ദൈവം ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ ദൈവം പറയാത്തൊരു ബന്ധത്തിന് വേണ്ടിയാണ് നിങ്ങൾ നീങ്ങിയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. കാരണം ഒരു സ്നേഹം നിറഞ്ഞ വെസൽ, ഒരു പാത്രത്തെ കുറിച്ച് ചിന്തിക്കുക.
ഈ പാത്രത്തിലുള്ള സ്നേഹം മുഴുവൻ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് അതിൽ കൊടുക്കാൻ യാതൊരു സ്നേഹവും ബാക്കിയില്ലാത്ത അവസ്ഥ, ഒരു ശൂന്യമായ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരുപക്ഷെ ചോദിച്ചേക്കാം, പാസ്റ്റർ ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിൽ വീണുപോയ ഒരു വ്യക്തിയാണ്, എനിക്ക് അതിൽ നിന്നും മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു ഉത്തരവുണ്ട്. നിങ്ങൾക്ക് ഹോപ്പുണ്ട്, നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധി നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം പാപിനിയായ സ്ത്രീയോട് പറയുന്ന വാക്ക് ദൈവം പറയുന്നു, ഇനിമേൽ പാപം ചെയ്യരുത്. നിങ്ങൾ ഇന്നൊരു ഡിസിഷൻ എടുത്താൽ, കർത്താവേ എനിക്ക് അതിൽ നിന്ന് മോചനമാവാൻ താല്പര്യമുണ്ട്, എന്റെ അതേ ഡിസയർ ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ലത്, എന്നെ പോലെ ആത്മീയ താല്പര്യമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ലത്, ആത്മീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ലത്, ആത്മീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ലത്, പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളിൽ ഹോപ്പുണ്ട്. കാരണം വചനം പറയുന്നു, ഇനിമേൽ പാപം ചെയ്യരുത്. നിങ്ങൾ ഇനിയും പാപം ചെയ്യാതിരുന്നാൽ, നിങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്താൽ, നിങ്ങളുടെ ഭാവിയെ ശോഭനമാക്കി തീർക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളെ ഉറപ്പിച്ച് ഊന്നി ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പം വേണേ ഒരു ചോദ്യം ചോദിച്ചേക്കാം, പാസ്റ്റർ ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും എനിക്ക് ഒത്തിരി കുറ്റബോധം എന്റെ മനസ്സിൽ നിറഞ്ഞു വന്നല്ലോ, ഞാൻ അങ്ങനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവമില്ലാത്ത വഴിക്ക് ഞാൻ ഇതിനെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധം വന്നാലോ? എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ഞാൻ പറയട്ടെ, കുറ്റബോധം നിങ്ങളിൽ കൊണ്ടിരുന്നത് പിശാചാണ്, ദൈവം കൊണ്ടിരുന്നത് പാപബോധമാണ്. ഇന്ന് വൈകിട്ട് ഈ സെക്ഷനിൽ നിങ്ങൾ ഇതിനെ തിരിച്ചറിയുക. പാപബോധം കൊണ്ടിരുന്നത് ദൈവവും കുറ്റബോധം കൊണ്ടിരുന്നത് പിശാചുമാണ്. ഹല്ലേലൂയ. പാപബോധം നിങ്ങൾക്ക് തന്നത് ദൈവമാണ്. അത് തെറ്റാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? ദൈവമാണ് നിങ്ങളെ മനസ്സിലാക്കി തന്നത്. ദൈവം മനസ്സിലാക്കി തന്നിടത്ത് കുറ്റബോധത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ആ ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തി നിങ്ങളോട് ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇനി ഈ ഒരു ബന്ധത്തിലേക്ക് പോയില്ല, ഞാൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഓർക്കുന്നു, 5-8 വർഷത്തിന് മുമ്പ് ഒരു ബ്രദർ എന്നെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവത്തിന്റെ വചനപ്രകാരം വ്യക്തിയല്ല ഞാൻ സ്നേഹിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ എന്തോ അവളോട് പറഞ്ഞാലും അവൾ എപ്പോഴും പറയും ഞാൻ ആത്മഹത്യ ചെയ്ത് കളയാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, അന്നത്തെ എന്റെ ചെറിയ ബുദ്ധി ഞാൻ പറഞ്ഞു, ബ്രദർ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. കാരണം നിന്റെ വിഷയം ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ദൈവമാണ് നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. നീ നീതിക്ക് വേണ്ടി നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ, ദൈവഹിതത്തിന് വേണ്ടി നിന്നാൽ അനർത്ഥങ്ങളെ മാറ്റിക്കളയാൻ നമ്മുടെ ദൈവത്തിന് കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരെ, ഇത് ബെസ്റ്റ് ടൈമാണ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഈ സെക്ഷൻ 4-ാം സെക്ഷനിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നിലേക്ക് മാത്രമേ നിങ്ങൾ പോവുള്ളൂ. കാരണം നിങ്ങളാണ് ഈ യൗവനക്കാരാണ് അടുത്ത ദിവസത്തിലേക്ക് വരാനിരിക്കുന്ന ഏറ്റവും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ട യൗവനക്കാർ. ഈ കോവിഡിൽ എത്രയോ ദൈവഭക്തന്മാർ മരിച്ചുപോയി. ആ സ്ഥലത്തേക്കെല്ലാം ഫില്ലപ്പ് ചെയ്യേണ്ട ദൈവദാസന്മാരും ദൈവദാസികളുമാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങളുടെ ഈ യൗവനപ്രായം പലതിനും കൊടുത്ത് നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. ഞാൻ വേഗത്തിൽ തീർക്കുകയാണ്. അടുത്ത ഒരു ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, ഓവർകമ്മിങ് ദ ടെംപ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം ഞാൻ ഓടിച്ചു വിടാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഓവർകമ്മിങ് ടെംപ്റ്റേഷൻ, എങ്ങനെ എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും. ഇത്ര നേരം ഞാൻ ചോദ്യം ചോദിച്ചില്ല, ഞാൻ ഒരു റേഡിയോ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ കമന്റിൽ നിങ്ങളുടെ ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മാത്രം മതി. നിങ്ങൾ പറയുക, ഹു ഇസ് ദ സ്ട്രോങ്ങസ്റ്റ്, ഡെവിൾ ആണോ അതോ നമ്മുടെ സെക്ഷുവൽ ലെസ്റ്റ് ആണോ? ലൈംഗിക മോഹമാണോ പിശാചാണോ ഏറ്റവും വലിയ സ്ട്രോങ്, ഏറ്റവും വലിയ ബലമുള്ളത് ആരാ? പലരും പല പ്രാവശ്യം പറഞ്ഞേക്കാം, പലതും പല ഉത്തരം പറഞ്ഞേക്കാം. എന്നാൽ വേദപുസ്തകം ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളെ വേഗത്തിലൊന്ന് വായിച്ചു വിടാം, എടുക്കണ്ട. 1 കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഫ്ലീ ഫ്രം സെക്ഷുവൽ ഇമ്മോറാലിറ്റി, അല്ലെങ്കിൽ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയിൽ നിന്ന് അധർമ്മപരമായ ലൈംഗിക ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഫ്ലീ ചെയ്യുക, ഓടിപ്പോവുക. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, അതൊന്ന് ഞാനത് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:7, 4:7 ഞാൻ നിങ്ങളുമായിട്ടൊന്ന് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. നിങ്ങൾ നോക്കി, ഇവിടെ കണ്ടോ, സെക്ഷുവൽ ഇമ്മോറാലിറ്റിയോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു എന്ത് ചെയ്യുക? യു ഫ്ലീ ഫ്രം ദെയർ, നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോ. പക്ഷെ പിശാചിനോടുള്ള ബന്ധത്തിൽ ദൈവം എന്താ പറഞ്ഞറിയോ? എതിർത്ത് നിൽപ്പീൻ, എന്നാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോ. നിങ്ങൾ പറ, ആരാണ് അപ്പൊ ഏറ്റവും വലിയ സ്ട്രോങ്?
സെക്ഷുവൽ ലെസ്റ്റ് ആണ് ഏറ്റവും വലിയ സ്ട്രോങ് നിങ്ങളുടെ ബോഡിയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ അതിനെ ഗൗരവമായിട്ട് കാണേണ്ട ആവശ്യമുണ്ട്. ഒരു 19കാരനെ എനിക്ക് വേദപുസ്തകത്തിൽ അറിയാം. ആ സമയത്ത് ഏകദേശം 19 വയസ്സേ ഉണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ പേര് മറ്റൊന്നുമല്ല, ആ വ്യക്തിയുടെ പേര് ജോസഫ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ നമ്മൾ യോസഫിനെ കുറിച്ച് കാണുന്നുണ്ട്. യോസഫിനെ പൊത്തിഫേറിന്റെ ഭവനത്തിൽ അവന്റെ ഭാര്യ തന്നെ നിരന്തരം ടെംപ്റ്റ് ചെയ്യുകയായിരുന്നു. താൻ അങ്ങോട്ട് പോകില്ലായിരുന്നു, തന്നെ ഇങ്ങോട്ട് ടെംപ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇങ്ങോട്ട് ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. നല്ല കോമളനായ, നല്ല സുഖനായ, നല്ലൊരു വ്യക്തിയായ യോസഫ് എന്ത് ചെയ്യായിരുന്നു? യോസഫിനെ ഓരോ ദിവസവും ടെംപ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ യോസഫ് എന്ത് ചെയ്തില്ലെന്നറിയാവോ? അതിൽ നിന്നൊന്നും യോസഫ് വീണുപോയില്ല. യോസഫ് അതിലൊന്നും വീഴാതെ യോസഫ് ആ സാഹചര്യത്തിലെല്ലാം പിടിച്ചു. എന്റെ ഒരു ചോദ്യം, യോസഫിന് അവിടെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നില്ല. ആ പഴയ നിയമ കാലഘട്ടത്തിൽ എന്നും സ്ഥിരവാസമായിട്ട് നിൽക്കുന്ന ഒരു ഹോളി സ്പിരിറ്റ് അവിടെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ICPF ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്യാമ്പ് നടത്തുക, അങ്ങനെ ഒരു ക്യാമ്പ് യോസഫിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന്, ഒരു മാരേജ് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല എൽഡേഴ്സ് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുണ്ടായിരുന്നു തോന്നുന്നില്ല. തനിക്ക് ആകെ എന്റെ ഓർമ്മയിലുള്ളൊരു കാര്യം, തനിക്ക് നല്ല ഭയമുള്ള ഒരു പിതാവ് തനിക്കുണ്ടായിരുന്നു. പക്ഷേ തന്റെ പിതാവും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അവരെ അടിമപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് അവരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഈ സ്ത്രീയുടെ കണ്ടിന്യൂസ് ടെംപ്റ്റേഷനിൽ നിന്ന് താൻ എങ്ങനെ പിടിച്ചു നിന്നു? അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ അവന് ഭയമുണ്ടായിരുന്നു. ഞാൻ ഒരു വാക്കിൽ നിങ്ങൾ എന്നോട് ഉത്തരം ചോദിച്ചാൽ, എന്റെ ഒരു വാക്കിലുള്ള ഉത്തരം എന്താന്ന് ചോദിച്ചാൽ, ഈ ഓവർകമ്മിങ് ടെംപ്റ്റേഷന്റെ നമുക്ക് ഈ ടെംപ്റ്റിയിൽ അകപ്പെടാതിരിക്കാൻ ഒന്നാമത് വേണ്ട കാര്യം, യു ആർ ഫിയർ ഓഫ് ദ ലോർഡ്. നമുക്ക് ദൈവത്തെ ഭയമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പല എക്സ്ക്യൂസസ് പറയുന്ന ആളാ. എനിക്ക് നല്ലൊരു ബൈബിൾ വായന ജീവിതം എനിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ചർച്ച എനിക്കില്ലായിരുന്നു, നല്ല പാസ്റ്റർ എനിക്കില്ലായിരുന്നു, നല്ല എൽഡേഴ്സ് എനിക്കില്ലായിരുന്നു, നല്ല മാതാപിതാക്കൾ എനിക്കില്ലായിരുന്നു. 100 എക്സ്ക്യൂസസ് നമ്മൾ പറയുന്ന ആൾക്കാരാ. നോക്കിക്കേ, ഈ യോസഫ് ഇവിടെ ഒന്നും ഒരു എക്സ്ക്യൂസ് അല്ല പറഞ്ഞേ. യോസഫ് ഇവിടെ എത്തി എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തോടുള്ള ഭയം കാരണം അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട്, ഫ്ലീ ഫ്രം ഹെർ. അവൻ അവിടുന്ന് എന്ത് ചെയ്യുന്നറിയോ? ഓടി രക്ഷപ്പെട്ടായിട്ട് വചനത്തിൽ കാണും. അപ്പം ഫിയർ ഓഫ് ദ ലോർഡ് ആണ് ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടെംപ്റ്റേഷനിൽ അകപ്പെട്ടു പോയെന്ന് ചോദിച്ചാൽ, പലർക്കും ദൈവത്തോടുള്ള റെവറൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, ബഹുമാനക്കുറവ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഫിയർ, ദൈവത്തോടുള്ള ഭയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അകപ്പെട്ടു പോയിരിക്കുന്നത്. ഇതാണ് ഇതിനകത്തിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷേ നമുക്ക് അവിടെ കാണുന്നൊരു കാര്യം, ഇങ്ങനെ താൻ അനുസരിച്ചിട്ടും, യോസഫ് അനുസരിച്ചിട്ടും, യോസഫിന് ഒടുവിൽ കിട്ടിയ എന്തോന്നറിയാവോ? ഒരു ജയിലാണ് തനിക്ക് കിട്ടിയത്. അനുസരണത്തിന് കിട്ടിയ റിവാർഡ് എന്തുവാ? ജയിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല യൗവനക്കാരൻ നല്ല പ്രായത്തിൽ സത്യസന്ധതയ്ക്ക് വേണ്ടി നിന്നപ്പോൾ അവന് കിട്ടിയത് ഒരു ജയിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ ഈ സിൻഫുൾ ലെസ്റ്റിലേക്ക് നമ്മൾ പോകാതെ, ഈ സെക്ഷുവൽ ലെസ്റ്റിലേക്ക് പോകാതെ നമ്മൾ വില കൊടുത്തോണ്ട് ഒരുപക്ഷെ നമ്മൾക്ക് മറ്റുള്ളവർ മുമ്പിൽ അപമാനം ഏൽക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ട റിവാർഡ് കിട്ടിക്കാണത്തില്ല, നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ അത് മുഖാന്തരം തള്ളിക്കളഞ്ഞേക്കാം, നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞേക്കാം. ഇപ്പോൾ യോസഫിന്റെ അനുഭവം പോലെ ഒരുപക്ഷെ ജയിലായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും ഒരു അനുഭവത്തിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നുപോയത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വചനത്തിന്റെ അവസാനം വായിക്കുന്നു, ഈ ജയിലുകളുടെ വരികളെ അല്ലെങ്കിൽ അഴികളെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട്. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങൾ ശോധനയിൽ കൂടെ കടന്നുപോയത്, നിങ്ങൾ വേദനയിൽ കൂടെ കടന്നുപോയത്, നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈംഗിക ആസക്തി നമുക്ക് ഈ ചെറുപ്രായം മുതലേ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്? വേദപുസ്തകത്തിൽ അതിന്റെ ഉത്തരവുണ്ട്. വേദപുസ്തകത്തിലെ അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല. വേദപുസ്തകത്തിലെ അതിനുള്ള ഉത്തരം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മാരേജിന്റെ ഏജ് ആവുന്നതിന് മുന്നമേ, നിങ്ങൾ വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നറിയാവോ? നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിവാഹശേഷം വിവാഹത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പാപം ചെയ്യത്തില്ലെന്നൊന്നുമല്ല. എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവഭക്തന്മാർ വിവാഹത്തിന് ശേഷം ഈ ദാരുണമായ കുഴിയിലേക്ക് അവർ വീണ് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? അവർക്ക് ഈ സെക്ഷുവൽ ലിസ്റ്റിനെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല,
അവർക്ക് നേരത്തെ അതിന്റെ മേൽ ഓവർകം ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ചെറിയ പരീക്ഷകൾ തരുന്നത്, ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ടെംപ്റ്റേഷനുകളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക എന്തിനാണെന്നറിയോ? നമ്മൾ നമ്മുടെ വിവാഹത്തിന് മുന്നമേ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 10th ഒരു എക്സാം നിങ്ങൾ കടന്നുപോയവരാണ്. പെട്ടെന്ന് IIT എക്സാം എഴുതാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ അതിനുള്ള കോച്ചിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കുറെ പേര് IIT എക്സാം ജയിച്ചിട്ടുള്ളവരുണ്ട്. എങ്ങനെ അവർ ജയിച്ചേ? അവർക്ക് IITയുടെ നല്ല കോച്ചിങ് കിട്ടിയതിലൂടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങളെ ഇപ്പൊ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങൾ വിവാഹത്തിന് മുന്നമേ ഒരു ലൈംഗിക ജീവിതത്തിന് മേൽ ഒരു വിജയം നേടാൻ വേണ്ടി ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ഇതിനെ എടുത്തു കളയാതെ ദൈവം നിങ്ങളെ ഇതിന്റെ മേൽ ഓവർകം ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ നടത്തുന്നത്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് 40, ആദ്യത്തെ 40 നിങ്ങൾ ഒരു ജയകരമായ ജീവിതം ജീവിക്കാൻ കഴിഞ്ഞാൽ അടുത്ത 40 നിങ്ങൾക്ക് വളരെ ലളിതമായി എളുപ്പമായി നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും. എനിക്ക് തോന്നുന്നില്ല അടുത്തൊരു ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമുണ്ടെന്ന്. നമുക്ക് സമയമില്ല. ഞാൻ ഈ ഭാഗത്തെ മാത്രം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഭാഗങ്ങളെ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റിംഗ് വൺസെൽഫ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ കൃപ പ്രാപിക്കും. രണ്ടാമത്തെ കാര്യം കോൺഫ്ലിക്റ്റ് വിത്ത് അവർ പേരൻസ്. നമുക്ക് മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ സഭയിലെ നല്ലൊരു എൽഡറെ, നമുക്ക് ജ്ഞാനമുള്ള വിവേകമുള്ള ഒരു എൽഡറെ നമ്മൾ അതിനായിട്ട് കണ്ടെത്തുക. അടുത്തൊരു കാര്യം നമ്മൾ പറഞ്ഞത് സെക്ഷുവൽ ടെംപ്റ്റേഷൻ. അതിനകത്തിലെ 2 ഭാഗങ്ങൾ. ഒന്ന് fall in love. അതിനെ ഒറ്റവാക്കി ഞാൻ പറയാം. ഒരു ദൈവഭക്തിയായുള്ള ഒരു ജീവൻ നയിക്കുന്ന ഒരു ദൈവഭക്തയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യല്ല, ഒരു പ്രേമബന്ധത്തിൽ വീഴുവാൻ വേദപുസ്തകം എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നതായിട്ട് എങ്കും നമ്മൾ കാണുന്നില്ല. അടുത്തൊരു ഭാഗ്യം ഓവർകമ്മിങ് ദ ടെംപ്റ്റേഷൻ. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് യോസഫിന്റെ ജീവിതം കണ്ടു. ഒറ്റ കാര്യം മതി പ്രധാനമായിട്ട്. എന്താണെന്നറിയോ? ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടുക. ദൈവം നിങ്ങളെ ഓവർകം ചെയ്യാൻ സഹായിക്കും. എന്നെ ഈ സമയങ്ങൾ തനിയും ഇത്രയും നേരം നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എനിക്ക് കഴിഞ്ഞ മാക്സിമം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു സമയം തന്ന ICPന്റെ ഓരോ വ്യക്തികളോടുള്ള സ്നേഹത്തെയും നന്ദിയെയും ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. യേശുവേ, ഞാൻ പോകും യേശുവേ.